ഇതാണ് ഗൈസ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചൂരത്തല. ഇപ്പോൾ നല്ല ഫ്രഷ് തലയാണ്. നമുക്ക് ഇനിയും ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഗൈസ് നമ്മളെല്ലാം ഒന്ന് വഴട്ടിപ്പോയി, എന്നാലും പറയാം. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് ഇടുക. അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, ഉലുവ എല്ലാം ചേർത്ത് ഒന്ന് വഴട്ടി കൊടുക്കുക. അത് ചെറിയ ബ്രൗൺ നിറമാകുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഗൈസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ തലയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് നമ്മൾ ചെയ്ത് വെച്ച മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയെല്ലാം നമുക്കൊന്ന് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കാം. ഗൈസ് നമ്മൾ മസാല ഒരു മൺചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് തലക്കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നു. ഗൈസ് അപ്പം നമ്മുടെ മസാല നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന തലക്കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചൂരയുടെ തലയെല്ലാം നമ്മൾ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും ഇടണം. അപ്പോൾ നമുക്ക് അതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം കേട്ടോ. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ടിട്ട് കൊടുക്കാം. ഗൈസ് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. തലക്കറി എന്താണെന്ന് നോക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇനി ചാറൊന്ന് കുറുകാനുണ്ട്. നമുക്ക് ഇനി തുറന്ന് വെച്ച് കുറച്ച് സമയം വേവിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ തലക്കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കറി ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഗൈസ് ഉപ്പും പുളിയും ഒക്കെ ആവശ്യത്തിനുണ്ട്. കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വേവിച്ച കപ്പയുടെ മണ്ടയിലോട്ട് ഒഴിച്ച് ഒരു പിടിയൊക്കെ പിടിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ കറി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുവാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗൈസ് ഇനി ഒരു 10 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അല്പം 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒന്ന് എടുത്ത് ഇച്ചിരി കപ്പയുടെ കൂടെ ഒന്ന് കഴിക്കാം. കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കണ്ടല്ലോ. നല്ല ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ നമ്മുടെ മീൻകറി സെർവ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. കപ്പയുണ്ട്, ചോറുണ്ട്, പിന്നെ നമ്മുടെ നാടൻ തലക്കറിയുണ്ട്. അപ്പൊ ഗൈസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ തലക്കറിയും കപ്പയും കൂട്ടിയിട്ട്. അപ്പൊ ഗൈസ് നമ്മുടെ തലക്കറി സൂപ്പറാണ്. സൈനിങ് ഓഫ്. തിന്നുകൊണ്ടേയിരിക്കും. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.
ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.